സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ ഉദ്യോഗാർത്ഥികൾ. 2019 PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് പഞ്ചായത്തിലെ മീറ്റർ റീഡർ തസ്തികയിലേക്ക് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതോടെ ജോലി അനിശ്ചിതത്വത്തിലായത്. റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോഴും യോഗ്യതയില്ലാത്ത ആളുകൾ ജോലിയിൽ പ്രവേശിക്കുന്നുവെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. കേരള വാട്ടർ അതോറിറ്റിക്ക് 42 ലക്ഷം കണക്ഷനുകളുണ്ട്. ഈ കണക്ഷനുകൾക്ക് റീഡിംഗ് എടുക്കാൻ 346 സ്ഥിരം റീഡർമാരാണുള്ളത്. 500-ൽ പരം ഡിപ്ലോയിഡ് റീഡർമാരും കുടുംബശ്രീ HR ജീവനക്കാരുമുണ്ട്. 2000-ലധികം പേർ താൽക്കാലികക്കാരാണ്. ഇത് TCR വിരുദ്ധവും PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ നിയമനങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ട സംവരണത്തെ അട്ടിമറിക്കുകയും ചെയ്യുന്നുവെന്നാണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള മീറ്റർ റീഡർ തസ്തികയിൽ PSC നടത്തിയ 143/2019 കാറ്റഗറി നമ്പർ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. റാങ്ക് ലിസ്റ്റ് 558 പേരുടെ ലിസ്റ്റാണ് നിലവിൽ ഇട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 30 പേർക്ക് മാത്രമേ നിയമനം നൽകിയിട്ടുള്ളൂ. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന ആ സമയത്ത് 1050 പേർ ഇതിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ 2 വർഷം പൂർത്തിയാകുമ്പോൾ താൽക്കാലികക്കാരുടെ എണ്ണം 3000-ആയി ഉയർന്നു. അതായത് TSR റൂൾ പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് ഒരു യോഗ്യതയുമില്ലാത്ത, ടെക്നിക്കലായി ഒരു യോഗ്യതയുമില്ലാത്ത ആൾക്കാരെ ഇതിൽ നിയമിച്ചിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾ 2 വർഷമായി പ്രതിഷേധത്തിലാണ്. നിയമന കാലാവധിക്ക് ഇനി 1 വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.